കില്ലാടികളെ നമ്മുടെ അർജുന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അർജുന്റെ കുടുംബം നമ്മുടെ മനാഫിനെതിരെ കുറച്ച് ആരോപണങ്ങളായിട്ട് വന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മനാഫിന്റെ ഒരു ചെറിയ പ്രതികരണം നമ്മൾ കണ്ടില്ല. അത് ചെറിയ പ്രതികരണമാണ്, മനസ്സിലായില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മനാഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഇതിന് സംഭവം മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ മനാഫ് ഇത് സംഭവം യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സ്വന്തം പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വിചാരിച്ചത്. ബട്ട് കില്ലാടികൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവില്ല കേട്ടോ. ഇപ്പൊ മനാഫിന്റെ ഒരു മറ്റേ പ്രസ് മീറ്റ് പോലെയൊക്കെ ഉണ്ടല്ലോ, ന്യൂസുകാരുമായിട്ട് ഒരു മീറ്റ്, അതിലും മനാഫ് പറഞ്ഞിട്ടില്ല. എന്ന് ചോദിച്ചാൽ ഞാൻ അർജുന് 75,000 രൂപ ശമ്പളം കൊടുത്തു, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇൻഷുറൻസ്, അർജുൻ മരിച്ചതിന് ശേഷം ഇൻഷുറൻസ് കിട്ടില്ല. ഏകദേശം ഒരു ലോറി ഉടമ എന്ന് പറഞ്ഞാൽ 60 വയസ്സാകുമ്പോഴേ റിട്ടയർഡ് ആവുള്ളൂ. അപ്പൊ റിട്ടയർഡ് ആകുന്ന സമയത്തുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കോമ്പൻസേഷൻ മൊത്തമായിട്ട് അർജുന് ഫാമിലി കൊടുക്കുമെന്ന് പറയുന്നില്ല. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ കേട്ടോ വേറെ സംഭവം, ഇത് നോക്കുമ്പോൾ വേറെ സംഭവം. ഡെയിലി ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്ന കേട്ടില്ല. ഇപ്പൊ ന്യൂസ് അങ്ങനെ ഓരോന്നോരോന്ന് വരുന്നോണ്ടാന്ന് അറിയില്ല, ഡെയിലി മാറിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഇന്ന് ഇത് കണ്ടു നോക്കുമ്പോൾ നാളെ നോക്കുമ്പോൾ വേറെ, അങ്ങനെ ഇല്ല. എന്ത് വിശ്വസിക്കും, ഏത് വിശ്വസിക്കുന്ന ഒരു പിടിത്തൂലില്ല. സത്യം പറയല്ലോ. എന്താ ചോദിച്ചാൽ അങ്ങനെയാണ് മാറിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നിട്ട് അതന്നെ മറ്റേ 75,000 രൂപ അർജുന് സാലറി കൊടുത്ത തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അർജുൻ സൈൻ ചെയ്തത് നമ്മുടെ രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കൊണ്ട് പറയുന്നില്ല. അപ്പൊ പിന്നെ നമുക്കൊരു ചെറിയൊരു ന്യൂസ് ഉണ്ട്, നമുക്കത് പ്ലേ ചെയ്തിട്ടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനാഫ് പറയുന്നത്, മനാഫും പിന്നെ നമ്മുടെ മുമ്പീനും. അപ്പൊ അവർ പറയുന്ന ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്, ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ ഇതില് ഞാനാ കണക്കൂട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വൈക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം, ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തുക്കണോ ഇല്ലയോ എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല, ബത്ത ഇനി അതൊന്ന് ഇനി അതിന്റെ, പക്ഷെ അത് ഞാൻ പറയാനുള്ള, ഇനിയിപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെന്റ് അത് ഓൻ്റെ മക്കൾക്ക്, അതൊരു വലിയ ഓൻ്റെ മോനക്കൊരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പം കൊടുക്കാൻ നമ്മളാണല്ലോ ഇപ്പം അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് അത് സത്യമാണ്. 75,000 ആണെന്നുള്ളത്. 70 ബത്താണ് മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോ എന്താവും, വണ്ടി ചിലപ്പം അല്ല കുറവാ. 75,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ. അല്ല ഞാൻ അത് വിടി, നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്ന് ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചിട്ട് ഇത് ഒരു ചർച്ചാ വിഷയമാക്കാൻ അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. അതിപ്പോ ഓരോ മാക്സിമം സേഫ് ആക്കിയിട്ട് ഞങ്ങൾ ആവശ്യം അർജുനെ അവിടുന്ന് കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അതെ, അത് കഴിഞ്ഞു. ഇനി അവരൊരു പത്രസമ്മേളനം നടത്തി, അതിൽ 2-3 ഇപ്പൊ ആ പത്രസമ്മേളനം നമുക്ക് അതെ ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ലേനു. പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് നമുക്ക് വിഷമാവണതിനോടാണ് നമ്മളിപ്പോ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല. അതാണ് അവർക്ക് ഇത്രയും വിഷമം ബോധ്യപ്പെട്ടു
കൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതാണെങ്കിൽ അവിടെ മനാഫ് പറയുന്നത് കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 75,000 രൂപ നമ്മൾ സാലറി ഓൾറെഡി അർജുന കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഓട്ടം കൂടുകയാണെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ല, ഇപ്പൊ നോർമലി ഒരു സാലറിയാണ്, ഒരു ഫിക്സഡ് സാലറി പോലെ. പിന്നെ അതിനനുസരിച്ച് ഓട്ടം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് സാലറി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ തെളിവും കാര്യങ്ങളും എല്ലാം ഇപ്പൊ അർജുന്റെ ആ ഒരു സിഗ്നേച്ചർ അടക്കം ഉൾപ്പെടെ അത്യാവശ്യം നമ്മൾ സാലറി വാങ്ങുമ്പോൾ സിഗ്നേച്ചർ കാര്യങ്ങൾ കിട്ടില്ലേ, അതുൾപ്പെടെ അത് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് രജിസ്റ്റർ കാണിക്കുന്ന പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ പ്രസ് മീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുന്റെ ഫാമിലി ഓൾറെഡി അവരൊരു പത്രസമ്മേളനം നടത്തി, മനസ്സിലായി. അതിനുള്ള ഒരു മറുപടി എന്നല്ല, എന്നാലും അവർ അതിന്റെ പേരിൽ ഇപ്പൊ മനസ്സിലായില്ല. ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോ വന്ന് ആണെങ്കിൽ അതിൽ ഞാൻ കമന്റും കാര്യങ്ങൾ നോക്കിയ സമയത്ത് താങ്കൾ നല്ലൊരു മനുഷ്യനാണ് മനാഫ്, അവർ പറയുന്നത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അർജുന്റെ കുടുംബത്തിൽ കുറെ പറയുന്നുണ്ട്. അർജുന്റെ കുടുംബം പത്രസമ്മേളനം നടത്തിയപ്പോഴോ അതിൽ കുറെ ആൾക്കാർ പറയുന്നത് മനാഫ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പർട്ടിക്കുലർ ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായി ഞാൻ മുമ്പേ പറഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കണ്ടു, ഇപ്പോൾ 2 ഭാഗം കൊണ്ടിട്ടുള്ള അതിൽ ഒരു ഭാഗത്തിന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തിന് ഫുൾ എതിർപ്പായിരിക്കും. ഇതിൽ ഫുൾ കമന്റ് ബോക്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകർ മൊത്തം എതിർപ്പായിരിക്കും. സെയിം ആൾക്കാർ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവരെ എതിർപ്പായിരിക്കും. അതാണ് നടക്കണില്ല. ഇപ്പൊ കണ്ടില്ല, ഞാൻ ഇന്നലെ അർജുന്റെ ആ ഒരു ഫാമിലി മറ്റേ പത്രസമ്മേളനം നടത്തിയ വീഡിയോ പോയി നോക്കിയ സമയത്ത് ഫുള്ള് മനാഫിനെതിരെ കംപ്ലൈന്റും കാര്യങ്ങളും എല്ലാം. ഇന്ന് മനാഫ് വീഡിയോ ഇട്ട് ബ്രോ നേരെ തിരിച്ച് അർജുന്റെ ഫാമിലിക്ക് എതിരെ കണ്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിലെന്താ സംഭവിച്ചു, ഈ വീഡിയോ കിടപ്പിലാണ് നമുക്ക് തോന്നി മനാഫ് നല്ലൊരു മനുഷ്യനാണ്, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോ അവർക്ക് അർജുന്റെ ഫാമിലിക്ക് എന്ത് ചോദിച്ചാൽ ഒരു ഇൻഷുറൻസ് തുക, മനസ്സിലായില്ലേ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ 30 വയസ്സ്, അപ്പൊ ഇനിയിപ്പോ 30 വയസ്സ് കൂടി 60 വയസ്സിൽ റിട്ടയർ ആകാൻ പറഞ്ഞു. അപ്പൊ അത്യാവശ്യം വലിയ തുക തന്നെ ആയിരിക്കും. 75,000 രൂപ സാലറി വാങ്ങുക പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു തുക തന്നെ ആയിരിക്കും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. ഓൾറെഡി അർജുന്റെ വൈഫിനെ ആ ചേച്ചിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയില്ലേ, മറ്റേ സർവീസ് സഹകരണ ബാങ്കിൽ ജോലി കിട്ടി, നല്ല തന്നെയാണ് ഇല്ലടല്ലേ. നമ്മളൊരു താങ്ങായി സഹായിക്കുന്നതാണ് നല്ലതാണ്. അപ്പൊ ഈ തുകയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് അത് നല്ലൊരു ഒരു സഹായം തന്നെ ആയിരിക്കും. ഉറപ്പാണില്ല, നല്ലൊരു സഹായം തന്നെ ആയിരിക്കും. അപ്പൊ അതിന് മനാഫ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതൊരു നല്ല കാര്യം തന്നെ ഇല്ലടല്ലേ. ഈ കാര്യത്തിലോട് ഞാൻ യോജിക്കുന്നു, മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും വീഡിയോ എന്താ വെച്ചാൽ പ്രസ് മീറ്റ് കണ്ടപ്പോൾ ബാക്കി ന്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അതെന്താ വെച്ചാൽ മനാഫ് ഇങ്ങനെയാണ് വിചാരിച്ചു പോയി ഇല്ലടല്ലേ. സംബന്ധിച്ച് ഇതേ തന്നെ ഇങ്ങനെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ നമുക്ക് അതിൽ അറിയുള്ളൂ, കൂടുതൽ വിഷയങ്ങൾ അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വിഷയങ്ങൾ അറിയെങ്കിൽ മനാഫിനെ വിളിച്ച് ചോദിക്കുന്നത്, മനസ്സിലല്ലേ. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ കണ്ട സമയത്തിനാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ഇന്ന് വീഡിയോ കണ്ടപ്പോൾ മനാഫ് നല്ലൊരു മനുഷ്യയാണ്, മനസ്സിലായില്ലേ. ഇനി നാളെ വീഡിയോ വരുമ്പോൾ ഇതിന് മാറും, സ്വാഭാവികമാണ്. എന്താ വെച്ചാൽ ഓരോരോ വീഡിയോ വരുന്നതോറും അതങ്ങനെയല്ല, ന്യൂസ് വരുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ, മനസ്സിലായി. നമുക്കൊരു ന്യൂസ് എന്നൊരു സോഴ്സ് മാത്രമാണ് നമുക്ക്, എല്ലാവർക്കും നമുക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഇപ്പൊ അർജുന്റെ ഫാമിലി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടില്ല, ഇപ്പൊ ഈ മനാഫിനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടില്ല. സോ നമുക്കൊരു ന്യൂസ് വരുമ്പോൾ നമുക്ക് അതേ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമല്ല, നിങ്ങൾ ആസ് എ ഓഡിയൻസിലേക്ക് നിങ്ങൾ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് അതേ മനസ്സിലാവുള്ളൂ, സീരിയസ് ആയിട്ട്. അല്ല നിങ്ങൾക്കും ഒരിക്കലും എന്താ സംഭവം ഇങ്ങനെ നടക്കാൻ പോകുന്ന ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കും അറിയില്ലല്ലേ. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പൊ മനാഫ് ഇങ്ങനെ ചെയ്ത് ശരിക്കും എന്തായാലും നല്ല കാര്യം തന്നെയാണ്, അവരുടെ ഫാമിലിക്ക് നല്ല സഹായമെങ്കിലല്ലേ. അപ്പൊ ഇതാണ് സംഭവം. 75,000 രൂപ അർജുൻ ഓൾറെഡി സാലറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലാതെ ഇങ്ങനെ കള്ളത്തൊരു പറ്റിക്കലൊന്നും ഇല്ല. പിന്നെ മറ്റേ നമ്മുടെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ അത് എങ്ങനെ ഇല്ലല്ലോ എന്താ വെച്ചാൽ സമയത്ത് സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ അപ്ഡേഷൻ അതിനെ കുറിച്ച് ഇടുന്ന സമയത്ത് സ്വാഭാവിക സബ്സ്ക്രൈബേഴ്സ് ഞാനൊക്കെ കയറും. ബട്ട് വിത്തിൻ ഡേയ്സ് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, ഹ്യൂജ് വളർച്ച തന്നെയുള്ള കുഴപ്പമില്ല. അപ്പൊ അത്രയോളം ഇല്ലാതെ എനിക്ക് പറയാനുള്ളത്. ഇനി കാര്യം ന്യൂസും കാര്യങ്ങളും വരുമ്പോൾ നമുക്കത് നോക്കിയിട്ട് പറയാനുള്ളത്. അപ്പോൾ